ഞാനിതിനു മുന്നേ ഒരു ഡേ ട്രിപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന്റെ ബാക്കി വിശേഷങ്ങളാണ് ഇത്. നല്ല അടിപൊളി ഒരു കയാക്കിങ്ങും ഐലൻഡ് വിസിറ്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. നിച്ചു നൂനും ഫ്രഷ് ആവാൻ വേണ്ടി കയറിയതാണ്. അവർ കായൽ വെള്ളത്തിൽ നന്നായിട്ട് കളിച്ചത് കാരണം ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയതേ ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും അടിപൊളി ഊണ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അവിയലും ബീട്രൂട്ട് പച്ചടിയും തോരനും പപ്പടവും അച്ചാറും സാമ്പാറും പരിപ്പ് കറിയും അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള അടിപൊളി ഒരു ഊണായിരുന്നേ. കൂട്ടത്തിൽ നോൺ വെജിനായിട്ട് ചിക്കൻ കറിയും ചൂര കറിയും ഉണ്ടായിരുന്നേ. നല്ല രുചിയുള്ളൊരു ഉച്ചയൂണായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഫോണ് വെള്ളത്തിൽ വീണ് പോയതിൻ്റെ സങ്കടത്തിലായിരുന്നു കേട്ടോ ഞാൻ. എന്നാലും ആ വിഷമമൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ മാക്സിമം പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞത് അടിപൊളി ഒരു പായസം എല്ലാം കുടിച്ചു കഴിഞ്ഞ് കുറച്ച് നേരത്തെ വിശ്രമം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കുള്ള ബോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി ഒരു അരമണിക്കൂർ പരവൂർ കായലിലൂടെ ഞങ്ങൾക്കുള്ള ബോട്ട് സവാരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ടിങ്ങിന് പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്ങി നിറഞ്ഞ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഇതുപോലൊരു യാത്ര നടത്തണം എന്നുള്ളത് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ദേ നോക്കി എന്ത് ഉയരത്തിലും വലുപ്പത്തിലുമാണ് ഈ കണ്ടൽക്കാട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടാണ് വന്നതെങ്കിലും ഇത് ഇത്രയും വലുപ്പം നിറഞ്ഞൊരു കണ്ടൽക്കാടാണെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ മനസ്സിലാക്കിയത്. നമ്മൾ ഈ വീഡിയോസിലും ഫോട്ടോസിലൊന്നും കാണുന്നത് ഒന്നുമല്ല, അതിന്റെയൊക്കെ ഒരു 100 ഇരട്ടി ഭംഗിയുണ്ട് കേട്ടോ ഈ കണ്ടൽക്കാടിന്. ഒരു ഫീൽ അറിയണമെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്ത് എന്നെ അത് മനസ്സിലാക്കണം കേട്ടോ. എന്നെ പോലെ യാത്രകളും പുതിയ കാഴ്ചകളും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇതിൽ. അതിനൊരു സംശയം വേണ്ടേ. പുറമേ കാണുന്ന ഭംഗി മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലും തോറും നമുക്ക് ഭയങ്കര ഒരു അഡ്വഞ്ചർ ഫീൽ ചെയ്യും കേട്ടോ. അഡ്വഞ്ചർ മാത്രമല്ല ചെറിയൊരു സ്കാരി ഫീലും കൂടെ തരുവേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അനക്കൊണ്ട അല്ലെങ്കിൽ ബാക്ക് വാട്ടർ ലേക്ക് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്രൊക്കഡൈലിന്റെ ഒക്കെ മൂവി ഉണ്ട് കേട്ടോ. ആ മൂവീസിലൊക്കെ കാണുന്ന ആ പ്ലേസിന്റെ ഒക്കെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാനപ്പം നിച്ചു നൂനും ആ മൂവിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോട് ഞാനിങ്ങനെ പറയുമായിരുന്നേ, അത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരവൂര്, കാപ്പില്, പൊഴിക്കര, ഇടവ ഈ സ്ഥലങ്ങളൊക്കെ ടൂറിസത്തിന് ഭയങ്കര സ്കോപ്പുള്ള സ്ഥലമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു എക്കോ ടൂറിസമായി ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയ്ക്കും ഫോറിൻ കറൻസികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിനൊക്കെ സഹായിക്കും കേട്ടോ. അങ്ങനെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള അടിപൊളി ഒരു ബോട്ട് സവാരിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ബോട്ട് യാത്രയായിരുന്നു കേട്ടോ ഇത്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും അടിപൊളി ചായയും പഴംപൊരിയും ഉണ്ടായിരുന്നു കേട്ടോ. അരുൺ സാറിന്റെ സ്പെഷ്യൽ ചായ ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചായക്ക്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കൊട്ടവഞ്ചി സവാരിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ കറങ്ങിയാണ് തുഴയുന്നത്. അപ്പൊ എനിക്ക് തല കറങ്ങും, വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. ലേക്ക് വ്യൂവിന് 4 അടിപൊളി റൂംസും അവൈലബിൾ ആണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. കൂടാതെ ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സുന്ദരി കുതിരയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി ഒരു ട്രിപ്പ് ആയിരുന്നേ. ഇന്നത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇത്രയുള്ളൂ. ഞങ്ങൾ പോവാണ്. അതെ, അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.